2 ദിവസം കഴിഞ്ഞാൽ 18ാം ലോക്സഭയിലേക്കുള്ള ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുകയാണ്. മറ്റന്നാൾ നിശബ്ദ പ്രചരണമാണ്. നാളെ പ്രചാരണം അവസാനിക്കാനിരിക്കുകയാണ്. ജൂൺ 1-ാം തീയതി വരെ ഏതാണ്ട് 1.5 മാസക്കാലം നീണ്ടു നിൽക്കുന്ന 7 ഘട്ടങ്ങളിലായിട്ടുള്ള വോട്ടെടുപ്പിന് ശേഷം ജൂൺ 4-ാം തീയതി ഇന്ത്യ ആര് ഭരിക്കും എന്ന് നമുക്കറിയാൻ കഴിയും. ഈ 1.5 മാസം നീണ്ടു നിൽക്കുന്ന ഈ വോട്ടെടുപ്പ് പ്രക്രിയയിലുടനീളം BJPക്കും നരേന്ദ്രമോദിക്കും നിരന്തരം അവരുടെ തന്ത്രങ്ങൾ മാറ്റേണ്ടി വരുന്നൊരു രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിൽ വികസിച്ചു വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ ആദ്യം മുതൽ തന്നെ പറയുന്നൊരു കാര്യം, 2024 ദേശീയ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഏകപക്ഷീയമായിരിക്കുമെന്ന് ഞാൻ ഒരിക്കൽ പോലും കരുതിയിട്ടില്ല. കാരണം 2014-ലും 2019-ലും സ്ഥിതി വ്യത്യസ്തമായിരുന്നു. ഒറ്റ ഫാക്ടറാണ് 2014-ലുണ്ടായിരുന്നത്, അത് മോദി ഫാക്ടറായിരുന്നു. മോദി എന്ന് പറയുന്ന വലിയൊരു ബിംബം രൂപപ്പെട്ടു വരികയും ആ ബിംബത്തെ പൂർണ്ണമായും പിന്തുടർന്നുകൊണ്ടിരി വരുന്ന ഒരു പ്രധാനപ്പെട്ട ജനവിഭാഗം അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുകയും അങ്ങനെ 2014-ൽ മോദി എന്ന് പറയുന്ന ഒറ്റ ഇമേജിൽ BJP സിംഗിൾ പാർട്ടി മെജോറിറ്റി നേടുകയും ചെയ്തത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒറ്റ ഫാക്ടറാണ് 2014-ൽ വർക്ക് ചെയ്തത്. 2019-ൽ നമുക്കറിയുന്നത് പോലെ പുൽവാമ എന്ന് പറയുന്ന ഒരൊറ്റ ഫാക്ടർ വർക്ക് ചെയ്തു. അപ്പോൾ 2014-ലും 2019-ലും ഏകപക്ഷീയമായി BJP വിജയിച്ച് കയറുന്ന ഒരു സാഹചര്യം ഇന്ത്യയിലുണ്ടായിരുന്നു. എന്നാൽ 2024-ൽ അങ്ങനെ ഒരു ഫാക്ടർ ഇല്ല. ഒരു സിംഗിൾ ഫാക്ടറിലല്ല ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്ന് മാത്രവുമല്ല, 2014-ലെയും 2019-ലെയും സ്ഥിതിയിൽ നിന്ന് വ്യത്യസ്തമായി ജനങ്ങൾ വിവിധ രാഷ്ട്രീയ പ്രശ്നങ്ങൾ, അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം ഗൗരവത്തിലൂടെ കണക്കിലെടുക്കുന്നൊരു തിരഞ്ഞെടുപ്പ് തന്നെയാണ് നടക്കാനിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ പറയുന്നത് ഇപ്പോൾ നോക്കൂ, നമ്മൾ ഈ കഴിഞ്ഞ പാർലമെൻറ്റ് സമ്മേളനം അവസാനിക്കുമ്പോൾ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് നിർമ്മലാ സീതാരാമൻ പറഞ്ഞ എന്താണ്, കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അത്രയേറെ ആത്മവിശ്വാസത്തോടുകൂടിയാണ് BJP അവസാനത്തെ പാർലമെൻറ്റ് സമ്മേളനത്തിൽ ഓരോ നേതാക്കളും പ്രസംഗിച്ചത്. ഏറ്റവും ഒടുവിൽ പ്രസംഗിച്ച പ്രധാനമന്ത്രി പറഞ്ഞത് 400 സീറ്റുകളുമായി ഞങ്ങൾ തിരിച്ചു വരാൻ പോവുകയാണ് എന്നാണ്. എന്തായിരുന്നു അതിൻ്റെ കാരണം? കൃത്യമായൊരു പ്രോജക്റ്റ് BJPക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ വർഷം അവസാനം നടന്ന 4 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ, വടക്കേ ഇന്ത്യയിൽ നടന്ന 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും, മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും അത്ഭുതകരമായ വിജയമാണ് BJPക്ക് ഉണ്ടായത്. അവിടെ കോൺഗ്രസ് തിരിച്ചു വരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന സംസ്ഥാനമായിരുന്നു മധ്യപ്രദേശ്, ഭരണം നിലനിർത്തും എന്ന് പറഞ്ഞ സംസ്ഥാനമായിരുന്നു ഛത്തീസ്ഗഡ്. രാജസ്ഥാനിൽ ഒരു വലിയ ഫൈറ്റ് തന്നെ കോൺഗ്രസ് കാഴ്ചവെക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഇതൊന്നും സംഭവിച്ചില്ല. എന്ന് മാത്രവുമല്ല, ആ 3 നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിയോടുകൂടി ഏതാണ്ട് ഭാരത് ജോഡോ യാത്രയുടെ ഒളി മങ്ങി എന്ന് തന്നെ പറയാം. അതുമാത്രവുമല്ല, ആ 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷമാണ് ഇന്ത്യ മുന്നണി ഭിന്നിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണി ഭിന്നിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള നിതീഷ് കുമാർ ചേരി മാറുന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷമാണ്. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ 2024 വീണ്ടും BJP ഏകപക്ഷീയമായി വിജയിക്കാൻ പോകുന്നു എന്നൊരു തോന്നലുളവാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീടുള്ള BJPയുടെ എല്ലാ പ്രോജക്റ്റുകളും നമുക്കറിയാം. ജനുവരി മാസം തന്നെ നോക്കൂ, തുടക്കത്തിൽ തന്നെ നരേന്ദ്രമോദി വ്രതമെടുത്തു തുടങ്ങുന്നു. എന്തിനാണ്? അയോധ്യയിൽ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാനും ആ പൂജാകർമ്മങ്ങൾ നിർവഹിക്കുവാനും വേണ്ടി വ്രതമെടുക്കുക മാത്രമല്ല, രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിച്ച് പ്രധാനപ്പെട്ട വിവിധ ക്ഷേത്രങ്ങൾ സഞ്ചരിച്ചൊക്കെ പോയിട്ട് ഒരു തീർത്ഥാടകനായി മാറുന്ന ഒരു പ്രധാനമന്ത്രിയെ നമ്മൾ കണ്ടത്. എന്നിട്ട് ജനുവരിയിൽ ഈ പറയുന്ന അയോധ്യ ഉദ്ഘാടനം ചെയ്യുന്നു. അവിടെയും അത് അവസാനിച്ചില്ലല്ലോ. അതിനുശേഷം അടുത്ത ബോംബ് BJP പൊട്ടിക്കുന്നു. എന്താണ്? വനിതാ സംവരണ ബില്ല് പൊട്ടിക്കുന്നു. ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സമയത്തൊന്നും തന്നെ ഇന്ത്യ മുന്നണി രൂപപ്പെട്ടു വരുന്നില്ല എന്ന് മാത്രമല്ല, ഇന്ത്യ മുന്നണിയിൽ വിവിധ സ്ഥലങ്ങളിൽ ഭിന്നത രൂക്ഷമാവുകയാണ് ചെയ്തത്. അതായത് പ്രതിപക്ഷം ഒരു ഐക്യം രൂപപ്പെടുത്തുന്നു എന്ന തോന്നൽ പോലും നമുക്കുണ്ടാകുന്നില്ല. BJP ഏകപക്ഷീയമായി മുന്നോട്ട് പോകുന്നു. അതിനനുസരിച്ച് അവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നു. 400 സീറ്റ് ഉറപ്പാക്കുന്നു മോഡിയും BJPയും. പക്ഷേ നോക്കൂ, അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ, ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ പല തരത്തിൽ ജനങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. 10 വർഷം പൂർത്തിയാക്കുമ്പോൾ BJP സർക്കാരിനെതിരായിട്ട്, മോഡി സർക്കാരിനെതിരായിട്ട് ഒരു ആൻറ്റി ഇൻകംബൻസി വേവ് ഉണ്ട്. ഞാനിതിനെ താരതമ്യപ്പെടുത്തുന്നത് 2004-മായി ബന്ധപ്പെട്ടാണ്. 2004-ൽ കോൺഗ്രസ് ദൃശ്യത്തിൽ തന്നെ ഉണ്ടായിരുന്നില്ല. 1998-ൽ അധികാരത്തിൽ വന്ന വാജ്പേയി മന്ത്രിസഭ 2004 പൂർത്തിയാക്കുമ്പോൾ ഏകപക്ഷീയമായി വീണ്ടും വാജ്പേയി വിജയിച്ചു വരും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. ഇന്ത്യ ഷൈനിങ്, ഇന്ത്യ തിളങ്ങുന്നു എന്നായിരുന്നു BJPയുടെ മുദ്രാവാക്യം. പക്ഷേ എന്താ സംഭവിച്ചത്? ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയായിട്ട് കോൺഗ്രസ് വിജയിച്ചു വരികയും പിന്നെ കോൺഗ്രസ് നേതൃത്വം കൊടുത്ത UPA മുന്നണി അധികാരത്തിൽ വരികയാണ് ചെയ്തത്. അതിന് സമാനമായൊരു സാഹചര്യം. ഞാൻ പറയുന്നത് BJP ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരത്തിൽ വരില്ല എന്നല്ല, പക്ഷേ ഏകപക്ഷീയമായൊരു തിരഞ്ഞെടുപ്പ് ആയിരിക്കില്ല ഇപ്പോൾ ഈ 19-ാം തീയതി മുതൽ നടക്കാൻ പോകുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം വിലക്കയറ്റം ഒരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അത് ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നമുക്കറിയുന്നത് പോലെ കഴിഞ്ഞ 10 വർഷത്തിനിടെ ഈ വീട്ടുചെലവുകൾ ഇരട്ടി
ഇരട്ടിയിലധികം വർദ്ധിച്ചു എന്ന് കണ്ടെത്തിയിട്ടുള്ളത് ദേശീയ സാമ്പിൾ സർവേ വകുപ്പാണ്, സർക്കാരിൻ്റെ തന്നെ ഒരു വകുപ്പാണ്. അതുപോലെ തന്നെ തൊഴിലില്ലായ്മ, രാജ്യത്ത് തൊഴിലില്ലായ്മ അതിരൂക്ഷമായിരിക്കുന്നു എന്നുള്ളത് ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്. ഈ രണ്ട് പ്രശ്നങ്ങൾ, അതുപോലെ തന്നെയാണ് കാർഷിക പ്രതിസന്ധി. കേട്ടോ, നമ്മളിപ്പോൾ സംസാരിക്കുമ്പോഴും കർഷകരുടെ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്, കർഷക ആത്മഹത്യകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയാൻ ഈ വിഷയങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി ഉന്നയിക്കാൻ കാരണം, നമ്മൾ 2 ദിവസം മുമ്പ് ഹിന്ദുവിൻ്റെ ഒരു പ്രീപോൾ സർവേ കണ്ടല്ലോ. അത് ലോക്നീതി CSDSൻ്റെ സർവേ ആണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വിശ്വാസ്യതയുള്ള സർവേ ആയിട്ടാണ് നമ്മൾ ഈ CSDSൻ്റെ സർവേ കാണുന്നത്. ആ സർവേയുടെ ഫലങ്ങളല്ല, മറിച്ച് ഞാൻ ആ സർവേ പരിശോധിച്ചപ്പോൾ എന്തൊക്കെ വിഷയങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും വരിക എന്നുള്ളതാണ് ഞാൻ അതിനകത്ത് അന്വേഷിച്ചത്. അവിടെ നോക്കൂ, അയോധ്യ എന്ന പ്രശ്നം 8% പേർക്ക് മാത്രമാണ് വിഷയമായിരിക്കുന്നത്. ഹിന്ദുത്വ അജണ്ട, ഈ പറയുന്ന BJP സർക്കാർ, മോഡി സർക്കാർ ഉയർത്തിപ്പിടിക്കുന്ന ഹിന്ദുത്വ അജണ്ട, അത് ഞാൻ ഈ പറയുന്നത് ഈ പാർലമെന്റിലെ ചെങ്കോൾ സ്ഥാപിക്കുന്നത് അടക്കമുള്ള ഈ സനാതന ധർമ്മത്തെക്കുറിച്ച് പറയുന്ന, അതേപോലെ തന്നെ CAA അടക്കമുള്ള നിയമങ്ങൾ, ഏക സിവിൽ കോഡ് അടക്കമുള്ള, അതാണ് ഈ ഹിന്ദുത്വ അജണ്ട എന്ന് പറയുന്നത്. ആ അജണ്ടയെ പിന്തുണയ്ക്കുന്നത് കേവലം 2% മാത്രമാണ്. ഈ സർവേ വലിയ വിശ്വാസ്യതയോട് ഞാൻ സ്വീകരിക്കാൻ കാരണം, ജനകീയമായ പ്രശ്നങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടി ജനങ്ങൾ ഈ സർവേയിൽ എടുത്തു പറയുന്നു എന്നുള്ളതാണ്. അതാണ് ഞാൻ ഈ സൂചിപ്പിച്ച വിലക്കയറ്റം ഒരു വലിയ പ്രശ്നമായിട്ട് പറയുന്നു, തൊഴിലില്ലായ്മ ഒരു വലിയ പ്രശ്നമായിട്ട് പറയുന്നു, കാർഷിക പ്രതിസന്ധി ഒരു വലിയ പ്രശ്നമായിട്ട് പറയുന്നു. എന്താണ് സംഭവിക്കുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ഹിന്ദു OBC വിഭാഗങ്ങളിൽ 65% തൊഴിലില്ലായ്മ ഒരു വലിയ പ്രശ്നമാണെന്നാണ് പറയുന്നത്. ആ സാമൂഹ്യ വിഭാഗത്തെ നമ്മൾ ശ്രദ്ധിക്കണം. ഹിന്ദു OBC വിഭാഗമാണ്, അതൊരു വലിയ വോട്ട് ബാങ്കാണ്. ഈ പറയുന്ന നരേന്ദ്രമോദി തന്നെ താനൊരു ഹിന്ദു OBC ആണെന്നാണല്ലോ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആ OBC വിഭാഗത്തിൻ്റെ 63% ആളുകളും തൊഴിലില്ലായ്മ വലിയൊരു പ്രശ്നമായിട്ട് അഭിമുഖീകരിക്കുന്നു. അതേപോലെ തന്നെ ഹിന്ദു SC ST വിഭാഗങ്ങൾ, അവർ തൊഴിലില്ലായ്മയെ 58% ആളുകൾ തൊഴിലില്ലായ്മ വലിയ രീതിയിൽ അനുഭവിക്കുന്നു. അതേപോലെ തന്നെയാണ് വിലക്കയറ്റത്തിൻ്റെ പ്രശ്നവും. വിലക്കയറ്റം മധ്യവർത്തി വിഭാഗത്തിനിടയിലും, അതായത് ഇടത്തരക്കാർക്കിടയിലും, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്കിടയിലും വിലക്കയറ്റം ഒരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമായി നിൽക്കുന്നു. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ ലോക്കൽ ഇൻകംബൻസി ഈ പറയുന്ന ഈ വിജയിച്ചു പോയ MP-മാരോടുള്ള എതിർവികാരം, അത് 101 പേർക്കാണ് ഇപ്രാവശ്യം സിറ്റിംഗ് MP-മാർക്ക് BJP നിഷേധിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? അവർക്കെതിരായിട്ടുള്ളൊരു വികാരം നിലനിൽക്കുന്നു പ്രാദേശികമായി എന്നുള്ളതാണ്. നോക്കൂ, 2014 നിന്നും 2019 നിന്നും 2024 തെരഞ്ഞെടുപ്പിനെ വ്യത്യസ്തമാക്കുന്നത് നമ്മുടെ പഴയൊരു തെരഞ്ഞെടുപ്പ് സ്വഭാവത്തിലേക്ക്, ഒരു നോർമൽസിയിലേക്ക് ഈ നമ്മുടെ തിരഞ്ഞെടുപ്പ് തിരിച്ചെത്തിയിരിക്കുന്നതാണ്. വൈകാരികമായി ആളുകളെ ഉണർത്തിവിടാൻ സാധ്യമായ വിഷയങ്ങളൊക്കെ 14ലും 19ലും BJP ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ ഗുണഭോക്താക്കളാണ് BJP. അതുകൊണ്ട് തന്നെയാണ് അവർ വലിയ ഭൂരിപക്ഷത്തിൽ ഏക പാർട്ടി എന്നുള്ള നിലയ്ക്ക് അധികാരത്തിൽ വന്നിട്ടുള്ളത്. പക്ഷേ ഇക്കുറി അത്തരത്തിലുള്ള വികാരങ്ങൾ ഉയർത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, അയോധ്യ രാമക്ഷേത്രവും CAA പോലുള്ള വിഷയങ്ങളും ഏക സിവിൽ കോഡ് പോലുള്ള കാര്യങ്ങളും ഒന്നും തന്നെ ജനങ്ങൾക്കിടയിൽ വർക്ക് ചെയ്യുന്നില്ല. കാരണം അത്ര രൂക്ഷമായ ജീവിത പ്രതിസന്ധികൾ അവർ അഭിമുഖീകരിക്കുന്നുള്ളതാണ്. എപ്പോഴും ഇന്ത്യയിലെ വോട്ടർമാരെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യൻ വോട്ടർമാരെ, ഞാൻ ഈ 1999-ലും 2004-ലും 2009-ലും ലോക്സഭാ ഇലക്ഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സാഹചര്യത്തിൽ എനിക്ക് വിവിധ സംസ്ഥാനങ്ങളിൽ സഞ്ചരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബീഹാറിലെയും ഉത്തർപ്രദേശിലെയും മധ്യപ്രദേശിലെയും പഞ്ചാബിലെയും ഹരിയാനയിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്, വൈകാരികമായി ആളുകളെ കൂട്ടാൻ എളുപ്പമാണ് വടക്കേ ഇന്ത്യയിൽ. പക്ഷേ ഈ വികാരം എന്ന് പറയുന്നത് ഇപ്പോഴും മതം തന്നെ ആകണം എന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് 1977 ഇന്ദിരാഗാന്ധിയെ പുറത്താക്കുന്നത് വൈകാരികമായി തന്നെയാണ്. പക്ഷേ അത് എന്താണ്, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ളൊരു വികാരമാണ്. അതേപോലെ തന്നെയാണ് 89 രാജീവ് ഗാന്ധിയെ പുറത്താക്കുന്നത്. രാജീവ് ഗാന്ധിയെ പുറത്താക്കുന്നത് എന്തുകൊണ്ടാണ്? ബഫേഴ്സ് എന്ന് പറയുന്ന ഒരു അഴിമതി പ്രശ്നം വന്നു. അഴിമതി ഒരു വികാരമായിട്ട് അവർ ഏറ്റെടുക്കുകയും അങ്ങനെ VP സിംഗ് അധികാരത്തിൽ വരികയാണ് ചെയ്യുന്നത്. 91 വന്ന നരസിംഹറാവു സർക്കാർ ബാബറി മസ്ജിദ് തകർക്കുന്നതിന് കണ്ണടച്ചു നിന്ന സർക്കാരാണ്. അതിനുശേഷം ജനങ്ങളുടെ വിധി എന്താ? 96 ഐക്യമുന്നണി സർക്കാരാണ് ഉണ്ടാകുന്നത്. ദേവഗൌഡയുടെ നേതൃത്വത്തിലാണ് സർക്കാർ ഉണ്ടാകുന്നത്. BJPക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല. അതേപോലെ തന്നെയാണ് 2004 വലിയ വികസനത്തിൻ്റെ സർക്കാർ എന്ന് പറഞ്ഞു വന്നു, ഹിന്ദുത്വ അജണ്ട മുന്നോട്ട് വെച്ചു, വാജ്പേയി പരാജയപ്പെട്ടു. അപ്പോൾ ഈ രീതിയിലൊക്കെ വളരെ ബുദ്ധിപൂർവ്വം അവരുടെ സമ്മതിദാന അവകാശം പല ഘട്ടങ്ങളിലും ഉപയോഗിച്ചിട്ടുണ്ട്. ചില ഘട്ടങ്ങളിൽ തെറ്റിയിട്ടുണ്ട്. വൈകാരികമായ ഒരു അന്തരീക്ഷം ഉണ്ടായപ്പോൾ 2014-ലും 2019-ലും അവർ വോട്ട് ചെയ്തിട്ടുണ്ട് BJPക്ക് അനുകൂലമായിട്ട്. പക്ഷേ ഇപ്പോൾ അവരുടെ ആ വൈകാരിക അന്തരീക്ഷത്തിനപ്പുറം അവരുടെ വികാരം എന്ന് പറയുന്നത് തൊഴിലില്ലായ്മയായിരിക്കുന്നു, വിലക്കയറ്റമായിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് 2024 BJP അങ്ങ് തകർന്ന് തരിപ്പണമാകുമെന്നല്ല, ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമെന്നല്ല. പക്ഷേ കഴിഞ്ഞ വർഷം അവസാനം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം BJPയും നരേന്ദ്രമോദിയും രൂപപ്പെടുത്തിയ ഒരു നറേറ്റീവ് ഉണ്ട്. ആ നറേറ്റീവ് എന്ന് പറയുന്നത് 400 സീറ്റുമായിട്ട് ഞങ്ങളിങ്ങനെ അധികാരത്തിൽ വരാൻ പോവുകയാണ്, ഇവിടെ ഇനിയിപ്പോൾ ആരുമില്ല, ഞങ്ങളിങ്ങനെ അധികാരത്തിൽ വന്നിട്ട് ഈ ഭരണഘടന, അതാണല്ലോ ഈ പറഞ്ഞ കണക്ക് ഭരണഘടനയൊക്കെ നമുക്കിപ്പോൾ ഒരു വിഷയമായിട്ട് വരുന്നത്, മാറ്റി എഴുതാൻ പാകത്തിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരുമെന്ന് ഇപ്പോൾ അവർ കരുതുന്നില്ല. അതുകൊണ്ടാണ് ഓരോ സ്ഥലങ്ങളിലും പോയിട്ട് ഇപ്പോൾ നരേന്ദ്രമോദി രാഷ്ട്രീയം സംസാരിക്കുന്നത്. ഇന്നിപ്പോൾ നിങ്ങൾ ഈ കണ്ട ജനതയുണ്ടല്ലോ, ഈ അതായത് നരേന്ദ്രമോദി ഇന്ന് ഗയയിലാണ്, ബീഹാറിലാണ് അദ്ദേഹം ഈ പ്രസംഗം നടത്തിയിരിക്കുന്നത്. ഭരണഘടന ആര് വിചാരിച്ചാലും മാറ്റി എഴുതാൻ കഴിയില്ല
എന്ന്. ആരെയാണ് അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത്? ഗയയിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെയാണ്. അത് ഏതെങ്കിലും ഒരു മെട്രോ നഗരത്തിൽ വന്നിട്ട് ഏതെങ്കിലും ഒരു സെമിനാറിൽ ഈ പറയുന്ന എലൈറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് ഈ ഭരണഘടനയെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നില്ല അദ്ദേഹം ചെയ്തത്. മറിച്ച് സാധാരണക്കാരുടെ മുമ്പിൽ പോയിട്ട് ഭരണഘടനയെക്കുറിച്ച് സംസാരിച്ചു. എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ OBC വിഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരു 70-70% ആളുകളുണ്ട്. അവരുടെ ഒരു ജീവിത പ്രശ്നം ഇപ്പോൾ നിലനിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഈ സംവരണം എന്ന് പറയുന്ന വിഷയത്തിൽ വലിയ ആശങ്ക രൂപപ്പെട്ടിട്ടുണ്ട്. അതായത് BJP അധികാരത്തിൽ തുടർന്നാൽ ഈ സനാതനധർമ്മത്തെക്കുറിച്ചും രാമക്ഷേത്രത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പം ഒരു കുറച്ച് സമയത്തേക്ക് ആ വികാരം നിലനിർത്താൻ പറ്റും, ഹിന്ദു വികാരം നിലനിർത്താൻ പറ്റും. പക്ഷേ ആ ഹിന്ദു ഫോൾഡിനകത്ത് ഈ സവർണ വിഭാഗങ്ങളുടെ അടിച്ചമർത്തലിന് വിധേയമാകുന്ന വലിയൊരു ജനത അപ്പുറത്ത് നിൽപ്പുണ്ട്. ആ വിഭാഗം ചെറിയൊരു വോട്ട് ബാങ്ക് അല്ല. അതുകൊണ്ട് ഈ ഭരണഘടന ഇനി ഇവർ വീണ്ടും അധികാരത്തിൽ വന്ന് ഇതൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ ഈ സവർണരുടെ ആധിപത്യത്തിലേക്ക് തങ്ങൾ വീണ്ടും തള്ളപ്പെടുമോ എന്നുള്ളൊരു ആശങ്ക രൂപപ്പെട്ടു വന്നിട്ടുണ്ട്, നോർത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച്. അതവരുടെ ജീവിത പ്രശ്നമാണെന്നേ. ആ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് നരേന്ദ്രമോദി ബുദ്ധിപൂർവ്വം ഇപ്പോൾ ഭരണഘടന ഞങ്ങൾ മാറ്റത്തില്ല, അതിപ്പം അംബേദ്കർ വന്നാലും മാറ്റാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു ഉറപ്പ് നൽകുന്നത് സാധാരണക്കാരായിട്ടുള്ള റിക്ഷാക്കാരായിട്ടുള്ള ഈ പറഞ്ഞ കൂലിപ്പണിക്ക് പോകുന്ന ഈ കൃഷിപ്പണിക്ക് പോകുന്ന ഒക്കെ സാധാരണ ജനങ്ങളെയാണ് നിങ്ങൾ അവിടെ കണ്ടിട്ടുള്ളത്. അവരുടെ മുമ്പിൽ നിന്നിട്ടാണ് ഭരണഘടനയെ ഞാൻ സംരക്ഷിക്കുമെന്ന് മോഡിക്ക് പറയേണ്ടി വരുന്നത്. അത് ഈ പറയുന്ന സംവരണം അടക്കമുള്ള പ്രശ്നങ്ങളിനകത്ത് സനാതനധർമ്മികളെല്ലാവരും കൂടി ചേർന്ന്, സനാതനികളാണ് കേട്ടോ 90% ഈ ഭരണഘടന എഴുതാൻ സഹായിച്ചെന്നൊരു വാക്കുകൂടി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. എന്ന് മാത്രമല്ല ഈ ഭഗവത്ഗീതയും രാമായണവും പോലെയാണ്, ഞങ്ങൾക്ക് സേക്രഡാണ്, വിശുദ്ധമാണ് ഈ ഭരണഘടന എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചു വന്നത് ഇന്ത്യയിൽ ഇപ്പോൾ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഏകപക്ഷീയമായിരിക്കില്ല. ജനങ്ങളെ ബാധിക്കുന്ന നിത്യജീവിത പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയ ആളുകൾ അവരുടെ അഭിപ്രായ രൂപീകരണം ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളവും NDAയെ സംബന്ധിച്ചിടത്തോളവും നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളവും ഈ തെരഞ്ഞെടുപ്പ് ഏകപക്ഷീയമായിരിക്കില്ല. ഒരു വലിയ ഫൈറ്റ് തന്നെയാണ് നടക്കുന്നത്. ആ ഫൈറ്റിൽ നേരിയ ഭൂരിപക്ഷത്തിൽ BJP വിജയിച്ചു വരാൻ തന്നെയാണ് സാധ്യത. അത് തന്നെയാണ് എല്ലാ സർവേകളും പറയുന്നത്. പക്ഷേ ഈ പറയുന്ന 400 സീറ്റ് എന്നൊക്കെ പറയുന്നത് തെറ്റായൊരു പ്രചരണമാണ്. 300 സീറ്റ് പോലും കടക്കാൻ സാധ്യതയില്ല. കേവല ഭൂരിപക്ഷം എന്ന് പറയുന്നത് പോലും BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ്. ആ പാർട്ടിയുടെ ആഭ്യന്തര സർവേ തന്നെ അത് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അവർ വലിയ അങ്കലാപ്പിലാണ്. ആ അർത്ഥത്തിൽ ഓരോ ദിവസവും സ്മൃതി നമ്മൾ കാത്തിരുന്നുകൊള്ളൂ. ഓരോ ദിവസവും ഓരോ പുതിയ വിഷയവുമായിട്ട് നരേന്ദ്രമോദി പ്രത്യക്ഷപ്പെടും, പുതിയ തന്ത്രങ്ങളുമായി വരും. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ വൈകാരികമായി ഹിന്ദുത്വ വികാരത്തെ ഉണർത്തിവിടാൻ പറ്റുന്ന ഒന്നും തന്നെ അവരുടെ ആവനാഴിയിൽ അവശേഷിക്കാത്തതുകൊണ്ട് ജീവൽഗന്ധിയായ പ്രശ്നങ്ങളിൽ ഇനി അഭിപ്രായം പറഞ്ഞു തുടങ്ങേണ്ടി വരും. അതിൻ്റെ ആദ്യത്തെ ഒരു ചുവടുവെപ്പാണ് ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഇന്നത്തെ മോഡിയുടെ പ്രസംഗം എന്നാണ് ഞാൻ കരുതുന്നത്. Meet the editors.